90% പറ്റിച്ചതാ. നിങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല. ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ താ ബ്രോ. ഞാൻ അതിലേക്ക് വരാം. അത് ആര് പറ്റിച്ചാന്നൊക്കെ ഞാൻ പറയാം. വെയിറ്റ്. കോൺഗ്രസ്സുകാരെ പറ്റിച്ച എന്താണിത്? ഓക്കെ, ഞാൻ കോൺഗ്രസ്സുകാരെ തന്നെ പറ്റിച്ചത്. ചോദിച്ചതിനുള്ള ആൻസർ ചോദിച്ച ഇതാണ്. നിങ്ങൾ ചോദിച്ചത് തന്നെയാ ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ. കോൺഗ്രസ് സാറ് കോൺഗ്രസ് സാറ് പറ്റിയൊന്നുമല്ല, MLA-മാരെ എല്ലാവരും പൈസ കൊടുത്തിനോ ഫണ്ടിലേക്ക്? MLA-മാര് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ച അതല്ലടാ, MLA-മാർ ഒരു മാസത്തെ ശമ്പളം എല്ലാവരും ശമ്പളം ഇതിൽ കൊടുത്തിരുന്നോന്ന് ഞാൻ ചോദിച്ചത്. ഒരു മാസത്തെ ശമ്പളങ്ങൾ എങ്ങനെ തരാൻ പറ്റും? ഒരു മനുഷ്യരല്ലേ ആയിക്കോട്ടെ, ഞാൻ കൊടുത്തു. ഓക്കെ, മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു. യെസ് ഓർ നോ? നീ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ബ്രോ. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നാട്ടുകാരും കൊടുത്തില്ലേ? ഓക്കെ, നാട്ടുകാരും കൊടുത്തില്ലേ? എത്ര കോടി ഉണ്ടേനു ബ്രോ ടോട്ടല്? എത്ര കോടി റുപ്യ കിട്ടി? അറിഞ്ഞോ? അല്ല, മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടില് എത്ര കോടി രൂപ കിട്ടി? 700 കോടി റുപ്യ കിട്ടി. യെസ് ഓർ നോ? ഓക്കെ, അവിടെ എത്ര വീടുണ്ടാക്കി? ഇപ്പൊ ചൂരൽമലയില് ടോട്ടൽ വീട് എത്രയാ? 20, 30, 50 ഉണ്ടാവും. ഞാൻ 400 വീട് കൂട്ടിക്കോ. വൈറ്റ് മാൻ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട് 2 നിലയാണോ 1 നിലയാണോ? 2 നില ഉണ്ട്, മുകളിലൊരു ഇതുണ്ട്. ഓക്കെ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? സ്ക്വയർ ഫീറ്റ് ഒന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഏകദേശം അവിടെ ഉണ്ടാക്കിയ വീടിനാക്കോട്ടെ വലുതല്ലേ? വലുതാ. ഓക്കെ, നിന്റെ വീട് ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവായി? ഒരു 30 ലക്ഷം. 30 ലക്ഷം റുപ്യ. 2 നിലയുള്ള വീട് ഉണ്ടാക്കാൻ ഉണ്ടായ 30 ലക്ഷം റുപ്യ. ദെൻ അവിടെ നീ 140 വീട് ഇൻറ്റു 30 ലക്ഷം വെച്ചൊന്ന് കൂട്ടി. കാൽക്കുലേറ്റർ ഉണ്ടോ കയ്യില്? നോ ബ്രോ, മാക്സിമം പോയി എത്ര കിട്ടും? 120 കോടി. ആ വീടുണ്ടാക്കാൻ ഒരു 100 കോടി റുപ്യ മാക്സിമം പോരെ അവിടെ എല്ലാ സെറ്റപ്പും ചെയ്യാൻ? നിങ്ങൾ വെറുതെ ഓരോന്നും പറഞ്ഞു. ഞാൻ അവിടുത്തെ ഒരാളെ കണ്ടതാ, അവിടെ ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടതാ ബ്രോ. അതിന്റെ വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, അവിടെ എല്ലാ പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്യാൻ 100 കോടി 120 മാക്സിമം പോട്ടെ 150 കോടിയേ ഉണ്ട്. പക്ഷേ ഊരാലിങ്കൽ സൊസൈറ്റിക്ക് അവര് മറ്റേ ടെൻഡർ പോലും കൊടുക്കാണ് 350 കോടി റുപ്യ ഉണ്ടാക്കി. എനിക്ക് എന്ത് കുന്ത ഉണ്ടാക്കിയെന്ന് ചോദിച്ചാല് അവിടെ അത്രേ ചോദ്യമുള്ളൂ. ബാക്കി പൈസ എന്തിന്? ഒരു കാര്യം കൂടി ഞാൻ പറയാ, അതേ പാർട്ടി ഒന്നും കൂടി നീ ചോദിച്ചല്ലോ കോൺഗ്രസ് സാർ പറ്റിച്ചോ എന്ന്. ഞാൻ കോൺഗ്രസ് ബേസിലല്ല പറഞ്ഞേ, നിങ്ങൾ LDF സ്വന്തമായിട്ട് എന്താ ഉണ്ടാക്കി കൊടുത്തേ? ചോദിക്കട്ടെ, LDF സ്വന്തമായിട്ട് എന്താ ഉണ്ടാക്കി കൊടുത്തേ? ഒരു കുന്തോ ഇല്ല. വലിയ മീൻ പടക്കുന്നേ ഒരു കുന്തോ ഇല്ല. ആ പൈസ കൊടുത്ത് ഈ പൈസ കൊടുത്തെന്ന് ഈ എല്ലാ സർക്കാരിന്റെ പൈസ അവരുടെ സ്വന്തം തറവാട് സ്വത്തൊന്നും ഉണ്ടോന്നാ? എല്ലല്ലോ. ആ പൈസ ഇവിടെയുള്ള കേരളത്തിന്റെ ജനത്തിന്റെ അല്ലേ? അല്ലേ? അപ്പൊ അവര് വലിയ ഭീമ്പളക്കുന്നു. ഞാളത് ഇതുണ്ടാക്കി എന്തുണ്ടാക്കി? അവരുടെ മാസം എല്ലാവരുടെ പൈസയും കൂടി അതിൽ നോല് ഉണ്ടാക്കണമെന്നില്ല. അവര് സ്വന്തമായിട്ട് എന്താ ഡെവലപ്പ് ചെയ്തോ? ഇല്ല. അപ്പൊ കോൺഗ്രസിനെ കുറ്റം പറയും, കോൺഗ്രസ് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. ഓക്കെ, അവരുടെ ഫണ്ട് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു കാര്യം പറയാം, കോൺഗ്രസിന് കുറ്റമുണ്ട്. അവരെ സമയബന്ധിതമായി ഇവരെ വിശ്വസിച്ച് നിൽക്കാറല്ലോ. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ഉണ്ടായി കൊടുത്തില്ലേ? അവരാ കടം നല്ല വീട് ഉണ്ടാക്കി കൊടുത്ത മുസ്ലിം ലീഗാ. ചെക്ക് ചെയ്തന്നെ നീ അവിടുത്തെ വീട് കണ്ടീനോ? ഞാൻ നേട്ടേണ്ടതാ. നീ ഒന്ന് ചെന്ന് നോക്ക്. നീ ഒന്നും വേണ്ട, 2 സ്ഥലത്തൊന്ന് പോയിട്ട് നീ അവിടെ ഒന്ന് പോയി നോക്കിയാൽ മതി. 2 സ്ഥലം അവരുണ്ടാക്കിയ വീടും ഇവരുണ്ടാക്കിയ വീടും ഇവരുടെ സെക്ഷനും അവരുണ്ടാക്കിയ സെക്ഷനും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടിണ്ടാക്കുമല്ല, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ അറിയാം. എനിക്ക് ഇന്നേ വരെ ഒരു കാര്യം വരാം, വലിയ വേറെ സംഖ്യയുണ്ട്. ഞാൾ അത് ഉണ്ടാക്കി, ഞാൾ ഇത്ര വീട് ഉണ്ടാക്കിയവന് വേറെ സംഭവം വലിയ ഒച്ചപ്പാടാക്കി ഒരു കുന്തം ഉണ്ടാക്കാത്തവന്മാര്. അത് വേറെ. ഞാൻ രാഷ്ട്രീയം പൊളിറ്റിക്സ് പറയാൻ്റെ അടുത്ത് പറയും, തെറ്റ് കണ്ടാത്ത തന്നെ പറയൂ. 2 ഇടത്തിലും ഞാൻ നിൽക്കും. ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയോ അവിടെ വന്നാൽ ഞാൻ ഇവിടെ പ്രതിപക്ഷമായിട്ട് നിൽക്കും. കാരണം ജനത്തിന് ചോദിക്കുക തന്നെ ചെയ്യണം. അതിപ്പോ ലീഗ് ആയാലും ഏതായാലും. ഒരു നീ വിചാരിക്കുന്ന ഞാൻ BJP ഒരിക്കലും ഞാൻ ആവൂല. വേറെ കാര്യം ആവൂല. ചാത്ത ഞാൻ പറയട്ടെ പോരെ. ഇവിടെ അവസാനം പണ്ടൊരു മറ്റേ മുസ്ലിം ലീഗിന്റെ നേതാവ് മറ്റേ CH പറഞ്ഞിരിക്കുന്നു, കടലിന്റെ മേല മുസല്ലിട്ട് നിസ്കരിച്ചാൽ പോലും
വെള്ളത്തിന്റെ ആ. മേലെ മുസല്ല വിരിച്ച് നിസ്കരിച്ചപ്പോ ഒരു ബിജെപിക്കാർ വിശ്വസിക്കരുത്. സത്യം. അവര് ഇപ്പൊ നിനക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളെ സുരേഷ് ഗോപി ഇല്ലേ മാമൻ,